വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മെറ്റി എന്ന ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സിഹാൻ അടുത്ത ദിവസം ഷെങ്മുവിനെയും കൊണ്ട് ഷെങ്യുവിനെ കാണാനായി ഓഫീസിലേക്ക് പോകുന്നു. അവർ ഒരുമിച്ച് വന്നത് കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇടയ്ക്ക് അവൾ സിഹാനോട് ചോദിക്കുന്നുണ്ട്. സിഹാൻ്റെ ബ്ലോഗിൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1 മില്യൺ അടുത്തിരിക്കുന്നു. ഷെങ്മുവിൻ്റെ കൺഫ്യൂഷൻ എന്ന ഡെസർട്ടിനെ കുറിച്ച് അവൾ എഴുതിയ ആർട്ടിക്കിൾ നല്ല രീതിയിൽ റേറ്റിംഗ് ഉണ്ട്. പുതുതായി 1-2 പ്രൊജക്റ്റുകളും ഷെങ്യു അവളെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാനായി അവൾ എഴുന്നേറ്റെങ്കിലും തനിച്ച് പോകാനാണ് അവർക്ക് താല്പര്യമെന്ന് മനസ്സിലായപ്പോൾ അവരുടെ സ്വർഗത്തിലേക്ക് അട്ടുറമ്പാകണ്ടെന്ന് കരുതി ജിയാങ്ങു ഡിന്നർ കഴിക്കാൻ വിളിക്കുന്നത് പോലെ ഫോൺ ചെയ്തുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സിയാങ് ഫുൾ ടൈം ഈഹാങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അവൻ നോട്ടീസ് കൊടുക്കാൻ നിൽക്കുമ്പോൾ പോലും ഒരു കുടയും പിടിച്ച് അവളും കൂടെ തന്നെയുണ്ട്. അവൻ അവളോട് ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ കാണിക്കുന്നില്ലെങ്കിലും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവൻ ജോലി സമയത്ത് ഗേൾഫ്രണ്ടിനൊപ്പം നടക്കുകയാണെന്ന് പരാതി പറയാൻ ജിങ് ബോസിനെ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഷെങ്യു സിഹാനും കൂടി കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. മാത്രമല്ല സിഹാൻ നോട്ടീസ് വിതരണത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞ് നോട്ടീസ് വാങ്ങിയപ്പോൾ അവനത് വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് ബാക്കി തിരികെ ജിങ്ങിനെ ഏൽപ്പിക്കുന്നു. അതുമാത്രമല്ല സ്നേഹത്തോടെ വെറുതെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൂടെ നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് മുന്നോട്ട് നടക്കുന്നു. പരാതി പറയാൻ കാത്തുനിന്ന ജിങ് അവൻ്റെ സ്നേഹപ്രകടനയിൽ കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. സിയാങ്ങും ഷെങ്യുവിൻ്റെ മാറ്റം കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. കുറേ നാളായി സിഹാനെയും ചേച്ചിയും വിളിക്കുമ്പോൾ രണ്ടുപേരും എന്തൊക്കെയോ മറക്കുന്നതായി അമ്മയ്ക്ക് സംശയം തോന്നുന്നതിനാൽ ഉടൻ തന്നെ സിഹാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ അച്ഛനും അമ്മയും കൂടി തീരുമാനിക്കുന്നു. സിഹാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പാണ് അവിടെ എത്തിയെന്ന് പറഞ്ഞ് അമ്മയുടെ ഫോൺ കോൾ വന്നത്. അവൾ ചാടി നിന്നിട്ട് പുറത്തേക്ക് ഓടിച്ചെന്ന് ഷെങ്മുവിനെ വിവരം അറിയിക്കുന്നു. ജോലി മാറിയ വിവരം അവർക്കറിയില്ല. അക്കൗണ്ടൻ്റ് ആണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. സത്യമെങ്ങാനും അവരറിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകും. പിന്നെ നിനക്കെന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാത്ത നാവിൽ നിന്ന് അതൊന്നും വീഴാൻ സൂക്ഷിക്കണം എന്ന് അവൾ അവനെ പറഞ്ഞേൽപ്പിക്കുന്നു. അവൾ നേരത്തെ റെൻറ്റിന് താമസിച്ചിരുന്ന വീട് ഒഴിച്ചതിനാൽ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവൻ പറഞ്ഞപ്പോൾ എൻ്റെ പേരൻസിനെ കാണാൻ നീ റെഡിയായോ എന്നവൾ ചോദിക്കുന്നു. റെഡിയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും കൂടി അവളുടെ പേരൻസിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ വീട്ടിലെത്തിയ അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം സിഹാൻ തുറന്നു പറയുന്നു. രണ്ടുപേരും സർപ്രൈസ് ആകുന്നുണ്ട്. ഒരേ മുറിയിലാണോ കിടക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ റിലേഷൻ ഇതുവരെ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല, ഞങ്ങൾ വേറെ മുറികളിലാണ് ഉറങ്ങുന്നതെന്ന് രണ്ടുപേരും പറയുന്നു. അച്ഛനവളെ തനിച്ച് മാറ്റി നിർത്തി ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഷെങ്മുവിൻ്റെ ചേച്ചിയുടെ കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുകയാണെന്നാണ് അവൾ അപ്പോഴും പറഞ്ഞത്. അവൾക്ക് ബ്ലോഗ് ചെയ്യുന്നതിനുള്ള താല്പര്യം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അതിനെ എതിർത്തിരുന്നു. ആ ജോലിക്ക് സ്ഥിരതയില്ല, സാമ്പത്തിക സുരക്ഷിതം ഉള്ള ജോലി നിനക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അവളുടെ അമ്മ ഈ സമയം ഷെങ്മുവിനോട് ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അച്ഛനവളെ നിർത്തിപ്പൊരിക്കായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ഷെങ്മു ഇടയ്ക്കേറി ചെന്ന് തൽക്കാലം അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. വഴിക്ക് വെച്ച് സത്യം അവരോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്. എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നടക്കും? അവർ ഇവിടെ നിൽക്കുന്നിടത്തോളം സമയം പകൽ നിനക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല എന്നൊക്കെ ഷെങ്മു പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അച്ഛനെ തിരികെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവൾ അതിന് സമ്മതിക്കുന്നില്ല. സിഹാൻ്റെ അച്ഛനും അമ്മയും കൂടി മകൾക്കായി കൊണ്ടതിന് സാധനങ്ങളൊക്കെ അടുക്കിപ്പറിക്കുന്ന കൂട്ടത്തിൽ ടീപ്പോയ്ക്ക് മുകളിൽ നിന്നൊരു മരുന്ന് കണ്ടെടുക്കുന്നു. നെറ്റിൽ തിരിഞ്ഞപ്പോൾ അത് ഡിപ്രഷൻ ഉള്ളതാണെന്നും അത് വന്നിരിക്കുന്ന പാക്കറ്റിൽ എഴുതുന്ന അഡ്രസ്സിൽ നിന്ന് അത് ഷെങ്മുവിനുള്ളതാണെന്നും മനസ്സിലാക്കുന്നു. സിഹാൻ കുറേ സമയം ഷെങ്മുവിൻ്റെ ഷോപ്പിൽ പോയിരുന്ന സമയം ചെലവഴിച്ച ശേഷം പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലാത്ത കൊണ്ട് ഷെങ്യുവിൻ്റെ കമ്പനിയിലേക്ക് ചെല്ലുന്നു. ആ സമയം അവിടെയുണ്ട്. അച്ഛനും അമ്മയും വന്നിരിക്കുന്ന വിവരവും ജോലിയുടെ കാര്യം അവരോട് കള്ളം പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് അവർ തിരികെ പോകുന്നവരെ പകൽ സമയങ്ങളിൽ ജോലിക്ക് കമ്പനിയിലേക്ക് വന്നോട്ടെ എന്നൊക്കെ സിഹാൻ അവളോട് ചോദിക്കുന്നു. അച്ഛനോട് അമ്മയോട് കള്ളം പറഞ്ഞത്ര നല്ല കാര്യമല്ല, നല്ല സമയം നോക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്ന് ഷെങ്യു അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവരോട് സംസാരിക്കാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അവരോട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡിന്നർ കഴിക്കാം, പേരൻസ് തമ്മിൽ മീറ്റ് ചെയ്തിരുന്ന ചടങ്ങായിക്കോട്ടെ എന്ന് ഷെങ്യു അവളോട് പറയുന്നു. ഈഹാങ് പണം നൽകാനുള്ള ആൾ ഷോപ്പിലും അന്വേഷിച്ചെത്തുന്നു. അയാൾ ഷോപ്പിൻ്റെ വാതിൽക്ക് വട്ടച്ചുറ്റി നിൽക്കുമ്പോഴാണ് സിയാങ് ഈഹാങ്ങിനെ കാണാനായി അവിടെ എത്തിയത്. അയാളെ കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലാക്കുന്നതിനാൽ അവൾ അയാളെ പിടിച്ച് കുറച്ച് ദൂരത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുന്നു. അവൾ അയാളെ കൊണ്ട് പോകുന്നത് ഈഹാങ് കണ്ടതിനാൽ അവർ അറിയാതെ അവൻ വേഗം പുറകെ ചെല്ലുന്നു. സിയാങ് അവൾ നൽകാനുള്ള പണം എത്രയാണെന്ന് ചോദിച്ച് അറിഞ്ഞ് അതപ്പോൾ തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ക്യാഷ് നൽകിയ വിവരം ഈഹാങ് അറിയരുതെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവൻ ഇടയ്ക്ക് വരുന്നതിനാൽ ഇങ്ങനൊരു ഗേൾഫ്രണ്ടിനെ കിട്ടിയ നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ സിയാങ് അങ്ങനെ സഹായിച്ചത് അവൻ്റെ അഭിമാനത്തെ ശരിക്കും മുറിവേൽപ്പിക്കുന്നുണ്ട്. അവൾ കൊടുത്ത പണം തിരികെ തന്നു തീർക്കുന്നവരെ തമ്മിൽ കാണരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. സിയാങ്ങിന് ദേഷ്യം വരുന്നതിനാൽ എങ്കിൽ പിന്നെ കാണണ്ടെന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ ദേഷ്യപ്പെട്ട് വരുന്ന കണ്ട് ഹാൻ വിവരം തിരക്കിയപ്പോൾ നടന്നൊക്കെ അവൾ അവനോട് പറയുന്നു. ഞാൻ അവനെ സഹായിച്ചിട്ടും അവൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അവൻ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നെ ഒഴിവാക്കാനൊരു കാരണം കണ്ടെത്തിയതാണ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ മോശം സൈഡ് നീ മനസ്സിലാക്കിയത് കൊണ്ട് നിന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എന്ന് ഹാൻ അവളോട് പറയുന്നു. അവനെപ്പോൾ എന്നെ ഇഷ്ടമായിരിക്കുമല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എന്നവൻ തമാശയെ പറയുന്നുണ്ട്. ഷെങ്യു പറഞ്ഞതുപോലെ അന്ന് രാത്രി അവർ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകുന്നു. എല്ലാവരും സന്തോഷത്തോടെ തന്നെയാണ് ഭക്ഷണം കഴിച്ചതും ഒരുമിച്ച് സമയം ചെലവിട്ടതും ഒക്കെ. ഭക്ഷണം കഴിച്ച് തിരികെ പോകുന്നതിന് മുമ്പായി സിഹാൻ്റെ അമ്മ തനിച്ച് ഷെങ്യുവിനെ കണ്ട്
ഷെങ്മിന് മുമ്പ് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ അവൾ ശരിക്കും പേടിച്ചെങ്കിലും സത്യം അവൾ തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്നും അവൻ ഒരിക്കലും സിഹാന് ദോഷം വരുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്നുമൊക്കെ അവൾ വെപ്രാളത്തോടെ പറയുന്നു. പേടിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ പേരിൽ ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഒരിക്കലും ഞങ്ങൾ അവളോട് പറയില്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവർ പോയ ശേഷം അവൾ നേരെ ജിയാങ്മുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവൻ്റെ തോളിൽ ചാരിയിരുന്ന് അവൾ ഉറങ്ങുന്ന സമയത്ത് അവൻ അവളുടെ വിരലിലേക്ക് ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നു. പക്ഷേ ആ സമയത്ത് ഉണർന്ന് അവൾ അതൂരി അവൻ്റെ കയ്യിൽ തന്നെ തിരികെ വെച്ച് കൊടുക്കുന്നു. നമ്മുടെ റിലേഷൻ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സമ്മാനം പ്രിപ്പയർ ചെയ്തതെന്ന് അവൻ പറഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് അവൾ പറഞ്ഞത്. സിഹാനും ഷെങ്മുവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിലും നാളെ ഒരിക്കൽ അവർ തമ്മിൽ പിരിഞ്ഞാൽ എന്തു ചെയ്യും? അവൻ വീണ്ടും തനിച്ചാകില്ലേ? അവനെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് വിവാഹബന്ധത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല എന്നവൾ അവനെ അറിയിക്കുന്നു. എന്നും അവളുടെ സീക്രട്ട് ബോയ് ഫ്രണ്ടായി ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലതെന്ന് അവനും പറയുന്നു. അതിന് സമ്മതമെന്ന രീതിയിൽ ഷെങ്യു അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകുന്നു. ജിയാങ്മു വിഷം സഹിക്കാതെ കുറേ സമയം അവിടെ നിന്ന് കുടിച്ച ശേഷം ഷെങ്മുവിനെ വിളിച്ച് ബോക്സിംഗ് ജിമ്മിലേക്ക് വരാൻ പറയുന്നു. അവിടെ എത്തി അവനെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൻ ഇടിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ഷെങ്മു ചേച്ചിയോട് ചേച്ചിക്കൊന്ന് സിംഗിളായിരുന്നു കൂടെ, വിവാഹം കഴിക്കാതെ ഇരുന്നു കൂടെ, ഡേറ്റ് ചെയ്യാതിരുന്നു കൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ആ ബന്ധത്തിന് തയ്യാറാവാതെ നിൽക്കുന്നത്. അക്കാര്യം പറഞ്ഞ് ജിയാങ്മു അവനെ കുറ്റപ്പെടുന്നു. നീ ഭയങ്കര സെൽഫിഷാണ്. അന്ന് പേരൻസിന് നഷ്ടപ്പെട്ടത് നിനക്ക് മാത്രമല്ല അവൾക്കും കൂടിയാണ്. അവളും അന്ന് ചെറുപ്പമായിരുന്നു എന്നൊക്കെ സങ്കടം കാരണം അവൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ലെവൽ തെറ്റി ഉറക്കം പിടിച്ചിരുന്നു. അവനും ചേച്ചിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാകുന്നു. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ അടുത്തേക്കാണ് പോയത്. അവൾ കാരണം ഉണ്ടാക്കിയ ഡെസേർട്ടും അവൻ കൂടെ കരുതിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ ചേച്ചിയുമായി എന്ന് മനസ്സൊന്ന് സംസാരിക്കുന്നു. മുമ്പ് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ അതൊന്നും കാര്യമായി എടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള ജീവിതം ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ജിയാങ്മുവിനെ ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയാൻ അവളോട് പറയുന്നു. ഇഷ്ടമാണെന്ന് അവൾ അവസാനം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവന് വേണ്ടി ബ്രേക്കപ്പ് ആകാൻ തയ്യാറാണ്. അവൻ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ എനിക്ക് വേണ്ടി ചേച്ചിയുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു പോകും. അതുകൊണ്ട് ഇഷ്ടമുള്ള ജീവിതമായി മുന്നോട്ട് പോകാൻ അവൻ അവളെ നിർബന്ധിക്കുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും കരയുന്നുണ്ട്. വിഷമൊക്കെ പറഞ്ഞു തീർത്ത ശേഷം അവളെ കൊണ്ട് ആ ഡെസർട്ടും അവൻ കഴിപ്പിക്കുന്നു. അവൻ തിരികെ വീട്ടിലെത്തിയ ശേഷം ഇടികൊണ്ട ഭാഗത്ത് ഐസ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിഹാൻ എന്തോ ആവശ്യത്തിനായി പുറത്തേക്കിറങ്ങി വന്നത്. അവനോട് ഇരിക്കുന്ന കണ്ട് അടുത്തേക്ക് ചെന്നപ്പോൾ മുഖത്തെ അടയാളം കണ്ട് എന്ത് പറ്റിയെന്ന് അവൾ അന്വേഷിക്കുന്നു. അവൻ പക്ഷേ ഒന്നുമില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൾ മരുന്നെടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് ഇന്ന് രാത്രി എനിക്കൊപ്പം കഴിയുമെന്ന് ചോദിക്കുന്നു. അവൻ കാര്യമായ എന്തോ മാനസിക പ്രശ്നത്തിലാണെന്ന് അവൾ മനസ്സിലാകുന്നതിനല്ല അവൾ സമ്മതിക്കുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണർന്നു വന്നപ്പോൾ അച്ഛനും അമ്മയും ഹാളിൽ ഇരിപ്പുണ്ട്. അവൾ അവൻ്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവൾ തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും നിന്നെ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയതെന്ന് ചോദിച്ച് അച്ഛൻ അവളെ തല്ലാനായി ഓടിക്കുന്നുണ്ട്. ജിയാങ്മുവിന് അടുത്ത ദിവസം രാവിലെയാണ് ബോധം വീണത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ടും FB നോക്കാൻ പറഞ്ഞുകൊണ്ടും പലരും മെസ്സേജ് ഇരിക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് ഷെങ്യു അവനുമായുള്ള ഫോട്ടോസ് അതിൽ പബ്ലിഷ് ചെയ്ത് അവരുടെ റിലേഷൻഷിപ്പിന് പബ്ലിക്കായി അനൗൺസ് ചെയ്തിരിക്കുന്നത് കണ്ടത്. അവൻ ശരിക്കും ഹാപ്പി ആകുന്നുണ്ട്. എങ്കിലും അപ്പോഴാണ് തലേന്ന് രാത്രി ഷെങ്മുവിനിട്ട് ഇടി കൊടുത്തതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടോ ഓടുന്നുണ്ട്. ഫ്രഷായ ശേഷം ഉടൻ തന്നെ അവൻ ഷെങ്മുവിൻ്റെ ഷോപ്പിലേക്ക് ചെന്നെങ്കിലും ഷെങ്മു അവനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. 4 വർഷം രണ്ടുപേരുടെയും പിണക്കം കണ്ട് അവരെ കളിയാക്കി അവിടെ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയല്ലേ, ഇനിയെങ്കിലും പിണക്കം അവസാനിപ്പിച്ച് സംസാരിച്ചു വിടുന്നൊക്കെ ജിയാങ്മു അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സിഹാൻ അവനെ ഫോൺ വിളിച്ചിട്ട് ഇന്ന് രാവിലെ നീ എന്നെ വിളിച്ചു കൊടുത്താതെ പോയത് എന്താണ്? അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോയി എന്നൊക്കെ പറയാതെ പറയുന്നത്. അവൻ സോറി പറഞ്ഞിട്ട് ജിയാങ്മു സംസാരിക്കാനായി വെയിറ്റ് ചെയ്യുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം അവനെയും കൂട്ടി സംസാരിക്കാനായി ബീച്ചിലേക്ക് പോകുന്നു. എന്തായിരിക്കും അവർക്കിടയിലെ പ്രശ്നം? പെൺവിഷയമായിരിക്കാണ് സാധ്യത എന്നൊക്കെ 4 വർഷം തമ്മിൽ പറയുന്നുണ്ട്. ജിയാങ്മു അവൻ്റെ മുന്നിൽ മസിൽ പിടിച്ച് നിൽക്കുകയാണെങ്കിലും ഇടയ്ക്കൊക്കെ അവന് ചിരി പൊട്ടുന്നു. അവൻ്റെ പിണക്കം തീർക്കാൻ ഞാൻ ഇടിച്ചതുപോലെ നീ എന്നെ തിരിച്ചിടിച്ചോളാൻ ജിയാങ്മു അവനോട് പറയുന്നു. ഷെങ്മു ചെറുതായി അവനും തട്ടുന്നുണ്ട്. അവന് പിണക്കമൊന്നുമില്ല എന്ന് ജിയാങ്മുവിന് മനസ്സിലാക്കുന്നു. ചേച്ചിയുടെ ഉത്തരവാദിത്വം ഷെങ്മു ഒഫീഷ്യലായി അവനെ ഏൽപ്പിക്കുന്നു. ഉടനെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും അവളെ സങ്കടപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോൾ തരാനുള്ള ഇടി അന്ന് തന്നോളാമെന്നും അവൻ പറയുന്നുണ്ട്. സിഹാൻ്റെ അച്ഛനും അമ്മയും അടുത്ത ദിവസം അവർ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് ക്ലീനിങ് ചെയ്യുന്നതിനിടയിൽ അവളുടെ ഒരു ഡയറി കാണുന്നു. അത് അവൾ എക്സ്പെൻസിൻ്റെ കണക്കൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ തങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ അത്ര സ്മൂത്തായി അല്ല അവളുടെ ലൈഫ് കൊണ്ടുപോകുന്നത് അവർക്ക് മനസ്സിലാകുന്നു. സിഹാൻ ഷെങ്മുവിനൊപ്പം അന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനോടും അമ്മയോടും ജോലിയെക്കുറിച്ച് സത്യം പറയാൻ തീരുമാനിക്കുന്നു. ഷെങ്മു അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം തുറന്നു പറയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് നല്ല ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട്. കഴിക്കാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടും അവൾ ടെൻഷൻ അവിടെ ഇരുന്ന് കണ്ട് അച്ഛൻ വിവരം അന്വേഷിക്കുന്നു. ഷെങ്മു അപ്പോഴും ധൈര്യം കൊടുക്കുന്നതിനാൽ സിഹാൻ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് എന്നൊരു കാര്യം പറയാനുണ്ടെന്ന് അറിയിക്കുന്നു. അവർ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ജോലി മാറിയ കാര്യത്തെക്കുറിച്ച് അവൾ അവരെ അറിയിക്കുന്നു. അപ്പോൾ കേട്ടതുപോലെ അച്ഛൻ അവളോട് ദേഷ്യപ്പെട്ടെങ്കിലും മുമ്പ് തന്നെ ഇക്കാര്യം അറിഞ്ഞിരുന്നുവെന്ന് അമ്മ അവളോട് പറയുന്നു. അവളുടെ ഡയറി കണ്ടതിന് ശേഷം അവളുടെ ജോലിയെപ്പറ്റി സംശയം തോന്നിയതിനാൽ അച്ഛൻ ഷെങ്മുവിനോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവൻ സത്യമില്ല തുറന്നു പറയുന്നു. അവൾ വ്ളോഗറാണെന്നറിഞ്ഞപ്പോൾ അച്ഛൻ അവളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവൻ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവളുടെ വ്ളോഗിന് താഴെ പോസിറ്റീവായി ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത്
അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. കുറേ സമയം സംസാരിക്കേണ്ടി വന്നെങ്കിലും അവസാനം അവന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ജോലിയെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൾ ഇങ്ങോട്ട് പറയുന്നത് വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ ഇരിക്കുകയായിരുന്നു അവർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്ര നാളും അവരോട് അതിനെക്കുറിച്ച് മറച്ചു വെച്ചതിന് സിഹാൻ സോറി പറയുന്നുണ്ട്. തൻ്റെ ജോലിയെ അവർ അംഗീകരിച്ചതിൽ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നു. അവളുടെ ജോലിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അച്ഛൻ സർപ്രൈസായി അവൾക്കൊരു ലാപ്ടോപ്പും വാങ്ങി വെച്ചിരുന്നു. അത് കയ്യിൽ വാങ്ങുമ്പോൾ സന്തോഷം കൊണ്ട് സിഹാൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് മാറിയിരിക്കുകയായിരുന്ന ഷെങ്മുവിൻ്റെ കണ്ണുകളും അറിയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞു വീഴുന്നു. ഭക്ഷണം കഴിക്കാനായി അവർ എഴുന്നേറ്റ് ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണു തുടങ്ങുന്നു. കഴിക്കാണ്ടിരുന്നപ്പോൾ അച്ഛനും അമ്മയും അവളെക്കാൾ കൂടുതൽ കയറിച്ചത് അവനെ കഴിപ്പിക്കാനാണ്. അടുത്ത ദിവസം തന്നെ തിരികെ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നീ ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്നും അവർ അറിയിക്കുന്നു. സിഹാൻ്റെ വിവാഹത്തിന് അവൾക്ക് നൽകാനുള്ളതൊക്കെ റെഡിയാക്കാനുള്ള സമയമായി എന്നവർ പറയുന്നുണ്ട്. അവർ 4 പേരും കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.